Myself, Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Welcome to this session. Today we are discussing about typecasting. Okay, typecasting എന്ന ടേം നമ്മൾ C++, ജാവ പോലെ ലാംഗ്വേജ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ് വൺ ഡേറ്റ ടൈപ്പ് വേരിയബിളിനെ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പായിട്ട് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുകയാണ്. അതായത് ഒരു ഡേറ്റ ടൈപ്പ് വേരിയബിളിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ, typecasting is the explicit conversion of a data type because user explicitly defines the data type in which he wants to cast. PHP does not require or support type definition of the variable. In PHP we never define a data type while declaring the variable. നമ്മൾ ഒരിക്കലും ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഡേറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാറില്ല PHPയിൽ. ഫോർ എക്സാമ്പിൾ $x=15 എന്ന് നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിൻ്റെ വാല്യൂ ഇൻറ്റിജറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡിക്ലറേഷൻ ഡിക്ലറേഷൻ നമ്മൾ ചെയ്യാറേ ഇല്ല. നമ്മൾ അസൈൻമെൻറ്റ് നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ വെച്ചിട്ടാണ് വേരിയബിൾ ആ ടൈപ്പായിട്ട് മാറുന്നത്. ഓക്കെ, ഇപ്പോൾ ടൈപ്പ് കാസ്റ്റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പിനെ നമ്മൾ മറ്റ് വേരിയബിൾ ഡേറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ $i=1. ഇവിടെ നമ്മൾ ഇനിഷ്യലൈസ് ഒന്നും ചെയ്തിട്ടില്ല, ഡിക്ലറേഷനൊന്നും കാണിച്ചിട്ടില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ അസൈൻമെൻറ്റ് നടത്തുകയാണ്. വാല്യൂ 1 നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഐയുടെ വാല്യൂ ഇൻറ്റിജറായിട്ട് മാറി. ഓക്കെ, നമ്മൾ വാർഡം എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഐ വേരിയബിളിന് നമ്മൾ ആ ഫംഗ്ഷനിൽ പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും ഐ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് കാണിക്കുന്നു. $i=2.3 എന്ന അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഐ എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് മാറി അവിടെ ഫ്ലോട്ടായി മാറുകയാണ്. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ $i=, ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ കുറച്ച് സ്ട്രിങ് PHP ടൈപ്പ് കാസ്റ്റിംഗ് എന്ന സ്ട്രിങ് പാസ് ചെയ്യുമ്പോൾ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്ട്രിങ് ആയി മാറുകയാണ്. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ 3 സ്ഥലങ്ങളിൽ നമ്മൾ വാർഡംപ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ $i എന്ന് പറയുന്ന ടൈപ്പ് ഓരോ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും വാല്യൂ അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് മാറിക്കൊണ്ടിരിക്കുവാണ്. ഫസ്റ്റ് അത് ഇൻറ്റിജർ ആയിരുന്നു, ദെൻ അത് ഫ്ലോട്ടായി മാറി, ദെൻ അത് സ്ട്രിങ് ആയി മാറി. ഇവിടെ നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല, പക്ഷേ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. C ലാംഗ്വേജ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യുന്നതാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. ഇവിടെ നമ്മൾ സ്ട്രിങ് വേരിയബിളിനെ ഇൻറ്റിജറായിട്ട് എങ്ങനെ കാസ്റ്റ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇവിടെ യൂസ് ചെയ്തേക്കുന്ന വേരിയബിൾസിൻ്റെ നെയിം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ string_var ആൻഡ് integer_var. ഇതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 2 വേരിയബിൾസിൻ്റെ നെയിം. ഓർക്കുക, വേരിയബിൾസിൻ്റെ നെയിം റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത്. സ്ട്രിങ് വേരിയബിളെന്നും ഇൻറ്റിജർ വേരിയബിളെന്നും ഷോർട്ടായിട്ട് നമ്മൾ എഴുതിയേക്കാണ് string_var ആൻഡ് integer_var. സ്ട്രിങ് വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ നോക്കിക്കുകയും സ്ട്രിങ് വാല്യൂ ഫോർ PHP ടൈപ്പ്. ഈ ടെക്സ്റ്റൽ വാല്യൂ, ഈ ഡബിൾ കോഡ്സിലുള്ള വാല്യൂ ആണ് നമ്മൾ സ്ട്രിങ് വാറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തേക്കുന്നത്. ദെൻ സ്ട്രിങ് ഇൻറ്റിജർ വേരിയബിളിൻ്റെ ഷോർട്ടാണ് int_var. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്ട്രിങ് വേരിയബിളിനെ കാസ്റ്റ് ചെയ്ത് ഇൻറ്റിജറാക്കി മാറ്റുന്നു. ഓക്കെ, ഇനി നമ്മൾ ആ പ്രോഗ്രാമിലത്തെ വാർഡംപ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉപയോഗം തന്നെ നമ്മൾ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വാർഡംപ്. ഇവിടെ നമ്മൾ സ്ട്രിങ് വേരിയബിളിനെ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇൻറ്റ് എന്നുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് സ്ട്രിങ് ആയിരുന്ന ഒരു വേരിയബിളിനെ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്തു ഇൻറ്റിജറാക്കി മാറ്റി. ഓക്കെ, വി ക്യാൻ കാസ്റ്റ് ദ ഫോളോയിങ് ഡേറ്റ ടൈപ്പ് വേരിയബിൾസ് ഇൻ PHPക്കകത്ത് നമുക്ക് എന്തൊക്കെ ടൈപ്പ് കാസ്റ്റിംഗ് പറ്റും. ദെൻ ഇൻറ്റിജർ, ഇൻറ്റ്, ബൂളിയൻ, ബൂൾ, ഡബിൾ, ഫ്ലോട്ട്, റിയൽ. ഇതൊക്കെ നമ്മൾ സാധാരണ സിയിൽ പോലെ ചെയ്യുന്നത് പോലെ തന്നെ പാരന്തസിസിൻ്റെ അകത്ത് നമ്മൾ ആ വേരിയബിൾ ആ ഡേറ്റ ടൈപ്പ് മെൻഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കതിനെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടൈപ്പ് കാസ്റ്റിംഗ് ടു ഇൻറ്റിജർ. ഇൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് ഏതൊരു ഡേറ്റ ടൈപ്പിനെയും ഇൻറ്റിജറിലോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ബൂളിയനെ ഇൻറ്റിജറാക്കി മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ഫോൾസ് വാല്യൂ 0യും
ഫോൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 0 യൂസ് ചെയ്യും, ട്രൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി 1 യൂസ് ചെയ്യും. നമുക്ക് കോഡിലേക്ക് പോകാം. ഇവിടെ നമ്മൾ PHPയുടെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബൂളിയൻ അണ്ടർസ്കോർ ഫോൾസ് ഇസ് ഈക്വൽ ടു ഫോൾസ്. അതായത് ബൂളിയൻ അണ്ടർസ്കോർ ഫോൾസ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ ഫോൾസ് ആണ്. ഓക്കെ, ഇനി ഇൻറ്റിജർ അണ്ടർസ്കോർ വാൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് വേരിയബിളാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ബൂളിയൻ അണ്ടർസ്കോർ ഫോൾസ് എന്ന് പറഞ്ഞ വേരിയബിളിനെ ഇൻറ്റിജറിലോട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇൻറ്റിജർ അണ്ടർസ്കോർ വാൽ എന്ന് പറഞ്ഞ വാരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു ഫോൾസിന് പകരം അവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് 0 ആയിരിക്കും. എന്തെന്ന് വെച്ചാൽ ബൂളിയൻ ആയിരുന്നപ്പോൾ അവിടെ സ്റ്റോർ ചെയ്ത വാല്യൂ ഫോൾസ് ആണ്. ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ഇൻറ്റിജർ ആക്കിയപ്പോൾ അവിടുത്തെ ഫോൾസിന് പകരം അവിടെ ഔട്ട്പുട്ട് ചെയ്യുന്നത് 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലൈൻ നോക്കുകയാണെങ്കിൽ ബൂളിയൻ അണ്ടർസ്കോർ ട്രൂ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തത് ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ഇൻറ്റിജറിലോട്ട് മാറ്റുകയാണ്. ഇൻറ്റിജർ വാൽ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് നമ്മൾ ഇതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുകയാണ്. ടൈപ്പ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻറ്റിജർ വാല്യൂവിൻ്റെ വാല്യൂ നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് നോക്കുമ്പോൾ അത് കാണിക്കുന്നത് 1 ആണ്. ട്രൂവിന് പകരം അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ട്രൂവിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആയ 1 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മളൊരു റിസോഴ്സ് ഡാറ്റ ടൈപ്പിനെ ഹൗ ടു കൺവേർട്ട് എ റിസോഴ്സ് ഡാറ്റ ടൈപ്പിന് ഒരു ഇൻറ്റിജർ എന്ന് കാണിക്കുകയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന റിസോഴ്സ് ഡാറ്റ എഫ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അവിടുത്തെ FP എന്ന് പറയുന്നത് ഫയൽ പോയിൻ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റിജറിലോട്ട് ഈ ഫയൽ പോയിൻ്ററിനെ ഇൻറ്റിജറായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുകയാണ്. കാസ്റ്റ് ചെയ്യുമ്പോൾ ഇൻറ്റ് ഓഫ് ഫയൽ പോയിൻ്റർ. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ റിസോഴ്സ് ഡാറ്റ ടൈപ്പിനെ നമ്മൾ ഇൻറ്റിജറായിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. If we cast a floating number to an integer, then the output of the number before the decimal. ഓക്കെ, അതായത് നമ്മളിവിടെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഇൻറ്റിജറായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ കോഡിൻ്റെ അകത്ത് ഫ്ലോട്ട് അണ്ടർസ്കോർ നമ്പറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 10.9 ആണ്. ഒരു ഫ്ലോട്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലോട്ട് അണ്ടർസ്കോർ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിന് എന്ത് ചെയ്യുകയാണ്, ടൈപ്പ് കാസ്റ്റ് ചെയ്യുകയാണ്. ഇൻറ്റ് എന്ന് പറഞ്ഞ് അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് 10.9 പകരം അതിനെ കാസ്റ്റ് ചെയ്ത് 10 എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് 1-2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. സ്ട്രിങ്ങിനെ എങ്ങനെ ഇൻറ്റിജർ ആക്കാം, ബൂളിയനെ എങ്ങനെ ഇൻറ്റിജർ ആക്കാം, അല്ലെങ്കിൽ റിസോഴ്സിനെ എങ്ങനെ ഡാറ്റ ടൈപ്പിന് ഇൻറ്റിജർ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസിനെ എങ്ങനെ ഇൻറ്റിജർ ആക്കി മാറ്റാമെന്നതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ ആക്ടിവിറ്റി സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കുക, ആൻസേഴ്സ് എഴുതി നോട്ട്ബുക്കിൽ കീപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കോളേജിൽ വരുന്ന സമയത്ത് ഈ നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്ത് അറ്റൻഡൻസ് ഉറപ്പ് വരുത്തുക. താങ്ക് യു.